അധ്യാപകരോടൊപ്പം അണിനിരന്ന് ഇങ്ങനെ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നു. അത്രയ്ക്ക് രൂക്ഷമാണോ ഈ പ്രശ്നം? പ്രശ്നം അതിരൂക്ഷമായതുകൊണ്ടാണ് 2016 മുതൽ അപ്പോയിന്റ്മെന്റ് കിട്ടേണ്ട അംഗീകരിക്കപ്പെട്ട അധ്യാപകർക്ക് സർക്കാർ അംഗീകാരം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് അനീതിയാണ്, നീതി നിഷേധമാണ്. അതിനെതിരെയാണ് മഴയോ വെയിലോ അല്ല, അതിനപ്പുറം മനുഷ്യത്വത്തോടു കൂടി ഇതിന് പരിഹാരം കണ്ടെത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ക്രൈസ്തവ മാനേജ്മെന്റിൽ വിവേചനം ഉണ്ടാകുന്നത്? കാരണം ഈ കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ക്രൈസ്തവ സഭ വലിയ സംഭാവന നൽകിയിട്ടുള്ളത്. ഇതിപ്പോൾ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൊഴിലാളികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. ആ കാരണത്താൽ മനുഷ്യത്വത്തിന്റെ പേരില്, നീതിയുടെ പേരില്, ധാർമ്മികതയുടെ പേരില് ആളുകൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. സർക്കാരിന്റെ മനോഭാവം എന്തായാലും അത് സമുദായങ്ങളെ ഭിന്നിപ്പിക്കുന്നതും ഉള്ള രീതിയിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് സഭ പ്രതിഷേധിക്കുന്നത്. തീർച്ചയായിട്ടും NSSന് ഒരു നിലപാട്, ക്രൈസ്തവ മാനേജ്മെന്റ് വേറൊരു നിലപാട്, അതൊരു ഇരട്ട നീതി തന്നെയല്ലേ? അത് ഹൈക്കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സമാന ചിന്താഗതിയുള്ളവർക്കെല്ലാം അത് നടപ്പിലാക്കി കൊടുക്കണമെന്ന്. എന്നിട്ട് അതിനെതിരെയാണ് ഒരു വിധി പറഞ്ഞിരിക്കുന്നത്. സർക്കാർ പറയുന്നത് ഇത് NSSന് മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ വർഗീയത, സാമുദായിക ഭിന്നത ഉളവാക്കുവാനുള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത്. ക്രൈസ്തവ മാനേജ്മെന്റിനോട് ഇങ്ങനെയൊക്കെ ചെയ്താലും കുഴപ്പമില്ല, അവരുടെ ഭാഗത്ത് ഒരു പ്രതിഷേധം ഉണ്ടാവില്ല എന്നൊരു ബോധ്യം സർക്കാരിന് ഉണ്ടാകുമോ? നമുക്ക് നീതിപൂർവമായിട്ടും ധാർമ്മികമായിട്ടുമേ നീങ്ങാൻ ഒക്കുകയുള്ളൂ. അല്ലാതെ മറ്റൊരു രീതിയിൽ നീങ്ങാൻ നമുക്ക് സാധ്യമല്ല. പണിയെടുത്തിട്ട് കൂലി കൊടുക്കാത്ത ഒരു സ്ഥിതി എന്ന് പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയും. അത് പാടില്ല. കാരണം കൂലി കൊടുക്കാതെ ജോലി ചെയ്യിക്കുക എന്ന് പറയുന്നത് അനീതിയാണ്, അധാർമികമാണ്. അവരെങ്ങനെ ആ കുടുംബം കഴിയും, അവരെങ്ങനെ ജീവിക്കും, അതിനെക്കുറിച്ചൊരു ചിന്താഗതി വേണ്ടേ? ഇവരുടെ ഒരു ന്യായമായ ഒരു നീതിക്ക് വേണ്ടിയുള്ള സമരമാണിത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങത്തില്ലല്ലോ. ഇത് പല പ്രാവശ്യം മന്ത്രിയുമായിട്ടും വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും ഒക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് ഫലം കാണാത്തത് കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്.